പക്ഷേ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനം വളരെ സുവിദിതമാണ്. നരേന്ദ്രമോദി പറഞ്ഞത്, ഞാൻ ഈ രാജ്യത്തിന്റെ ഒരു ഉറുപ്പ്യ മോഷ്ടിക്കില്ല. ഒരു കാര്യം കൂടിയുണ്ട്, വേറൊരാളെയും മോഷ്ടിക്കാൻ സമ്മതിക്കുകയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം 10 വർഷമായിട്ട് അതിങ്ങനെ തുടരുകയാണ്. ആരോപണം പോലും, അഴിമതി ആരോപണം പോലും ഈ സർക്കാരിനെയും മന്ത്രിമാർക്കും എതിരായിട്ട് ഉന്നയിക്കാൻ നമ്മളെ നാട്ടിലുള്ള പത്രമാധ്യമങ്ങളൊക്കെ എന്തൊക്കെ ശ്രമം നടത്തും. അവർ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ടും ഒരു അഴിമതി ആരോപണം കിട്ടിയില്ലല്ലോ. ബാക്കിയുള്ളവരുടെയൊക്കെ പുറകെ ഈ ഇടി ഇങ്ങനെ ഓടുകയാണ്. അപ്പൊ അത് ചില ആളുകൾ ഇപ്പൊ പറയുന്നുണ്ട്, എന്താ ഞങ്ങളുടെ പുറകെ മാത്രം ഇടി ഓടുന്നത്, അവരുടെ പുറകെ എന്താ ഓടാത്തത് എന്ന്. അവരുടെ പുറകെ ഒരു അഴിമതി ആരോപണോ അന്വേഷണമോ എന്ന് നടത്തണമെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയണ്ടേ, നിങ്ങൾ കട്ടു അല്ലെങ്കിൽ നിങ്ങൾ കക്കാൻ ശ്രമിച്ചു എന്ന് ആരെങ്കിലും പറയണ്ടേ. അല്ലാതെ വെറുതെ ഇടി ഓടാൻ പറ്റുമോ? അപ്പൊ അത് സത്യസന്ധമായി നമ്മൾ വിലയിരുത്തുമ്പോൾ അഴിമതിക്കെതിരായിട്ട് നടന്ന വലിയൊരു സമരത്തിന്റെ നടുവിൽ പ്രസവവേദനയോടുകൂടി പ്രസവിച്ച പാർട്ടിയാണ് ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. അത് അന്നത്തെ അണ്ണാ ഹസാരിയെ പോലുള്ള ആളുകൾ ഉണ്ടാക്കിയ അന്തരീക്ഷത്തിന്റെ ഒരു സൃഷ്ടിയാണത്. അങ്ങനെയാണ് ഈ കുട്ടിയെ പ്രസവിച്ചത്, ആം ആദ്മിയെ. 10 കൊല്ലം ആകുമ്പോഴത്തേക്ക് അതിന്റെ തലതൊട്ടപ്പിനുമ്പ് ജയിലിൽ കിടക്കുകയാണ്. മധ്യാഹ്നത്തിൽ 100 കോടി വാങ്ങിയെന്ന് വ്യക്തമായതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നോക്കണം. കോൺഗ്രസ് ഒക്കെ 100 കൊല്ലം എടുത്തു ഇങ്ങനെ ആവാൻ. പക്ഷെ ഇപ്പോഴത്തെ ന്യൂജൻ അഴിമതി വിരുദ്ധ പാർട്ടികളൊക്കെ അത് എത്ര പെട്ടെന്നാണ് വഷളായി പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. പക്ഷേ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം, നമുക്ക് ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടതില്ല. ഈ 10 കൊല്ലത്തിനിടയിൽ ആളുകളുടെ മുമ്പിൽ പോകുമ്പോൾ തലകുനിച്ച് പോകേണ്ട ഒരു സാഹചര്യം ഇവരാരും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിവിടെ മത്സരിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. ഒരു 1000 കോടി റുപ്യയുടെ ആസ്തിയുള്ള ഒരു ബാങ്ക് ഈ കൂട്ടത്തിൽ ഒരാൾ ഏൽപ്പിച്ചു കരുവന്നൂരിൽ. 1000 കോടി ആസ്തിയുള്ള ബാങ്ക് ഏൽപ്പിച്ചപ്പോ 345 കോടി റുപ്യാണ് അടിച്ചു മാറ്റിയത്. അങ്ങനെയുള്ള ആളുകളെ ഇന്ത്യ രാജ്യം മറ്റോ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്ത് 5ാമത്തെ സാമ്പത്തിക ശക്തി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് വെറുതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആർക്ക് വോട്ട് ചെയ്യണം എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയം ഉണ്ടാവില്ല. അത് ഒരു ബാങ്കിന്റെ കാര്യം മാത്രമല്ല, കേരളത്തിൽ മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അധികാരം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. മുഖ്യമന്ത്രിയുടെ മോൾക്ക് എല്ലാ മാസവും 10 ലക്ഷം റുപ്യ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുക. എന്തിന്? അവരുടെ ഓഫീസിൽ ഒരു കമ്പ്യൂട്ടർ നന്നാക്കുന്നതിന്റെ പൈസയായിട്ട്. കമ്പ്യൂട്ടറിന്റെ വില അന്വേഷിച്ച് നോക്കുമ്പോൾ 35,000 റുപ്യാണ്. 35,000 റുപ്യയുടെ കമ്പ്യൂട്ടർ അത് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ തകരാറ് മാറ്റാൻ വേണ്ടിയിട്ട് മാസം 10 ലക്ഷം റുപ്യ ചെലവാണെങ്കിൽ അതെന്തൊരു കമ്പ്യൂട്ടറാണ്, എന്തൊരു പണിയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ആ പൈസ കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള ആൾക്കാണ്. അങ്ങനെ ഒരു കമ്പനിയല്ല, 12 കമ്പനികൾ കൊടുത്തതിനെ കുറിച്ചാണ് ഇപ്പൊ ഇഡി അന്വേഷണം നടത്തുന്നത്. ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പ്രളയത്തിൽ പോയ ആളുകൾക്ക് വീടെടുക്കാൻ വേണ്ടിയിട്ട് 19 കോടി റുപ്യ വിദേശത്തുള്ള ഒരു സേവന സന്നദ്ധ സംഘടന കൊടുക്കുകയാണ്, കേരള ഗവൺമെന്റിനെ ഏൽപ്പിക്കുകയാണ്. 19 കോടി പാവപ്പെട്ടവർ വീട് ഒലിച്ചുപോയവർക്ക് വീട് എടുത്തു കൊടുക്കാനാണ്. ആ 19 കോടിയിൽ 11 കോടി റുപ്യ ഇവർ അടിച്ചു മാറ്റി. 19 കോടിയിൽ 50% അടിച്ചു മാറ്റുന്നത് ന്യായമാണ്. അതിനപ്പുറത്തേക്കൊക്കെ പോകാന്ന് പറഞ്ഞാൽ എന്തൊരു കൊള്ളയാണ് ഇവർ നടത്തുന്നത്. പക്ഷെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഒരിക്കൽ രാജീവ് ഗാന്ധി പറയുണ്ടായി, ഡൽഹിയിൽ നിന്ന് 1 രൂപ പുറപ്പെട്ടാൽ നിങ്ങളുടെ ഗ്രാമത്തിലെത്തുമ്പോൾ അത് 15 പൈസയാവും. അതായിരുന്നു അന്നത്തെ അവസ്ഥ. ബാക്കി 85 പൈസ എല്ലാം സ്വാഹയാക്കുന്ന പ്രധാനമന്ത്രി തന്നെ പറയുന്നത്. അയാളുടെ പാർട്ടിക്കാർ ചെയ്യുന്ന കാര്യം അയാൾ തന്നെ പറയുന്നു. അതായിരുന്നു അവസ്ഥ. ഞാൻ വെറുതെ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കിട്ടുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? ഒന്ന് കൈവർത്താമോ? ഉണ്ട്. നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് ഒരു ഗഡുവും? 2000. ഡൽഹിയിൽ നിന്ന് അയക്കുന്നതും 2000 തന്നെയാണ്. അവിടുന്ന് 2000 അയക്കുന്ന കൃത്യം നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതും 2000 തന്നെ. രാജീവ് ഗാന്ധി പറഞ്ഞ കണക്കിനാണെങ്കിൽ എത്രയും എത്തണ്ടു? 1 റുപ്യ വിട്ടാൽ 15 പൈസ എത്തും എന്ന് പറഞ്ഞാൽ 2000 അയച്ചാൽ എത്രയും കിട്ടുമായിരുന്നു? ഇന്ന് അയക്കുന്ന പൈസ കൃത്യമായിട്ട് എത്തുന്നുണ്ട്. കാരണം ഇടത്തട്ടിൽ ഉള്ളവർ സ്വാഹയാക്കുന്ന പരിപാടി ഇപ്പം ഇല്ല, നേരിട്ട് എത്തിക്കുകയാണ്. അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടി ഇങ്ങനെ നിരവധി സംവിധാനങ്ങളുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അതൊക്കെ നേരത്തെ കുറേയുടെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവും തന്നെയാണ്. അപ്പൊ ഇതാണ് മാറ്റം. നമ്മുടെ രാജ്യം അത് അഭിമാനകരമായ ഒരു സാമ്പത്തിക സ്ഥിതിയിലെത്തിയിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പോലെ അവിടെ ഇവിടെയും വന്നിട്ട് ബോംബ് പൊട്ടിച്ച് ആളുകളെ കൊന്നൊടുക്കുന്ന ഭീകര രാഷ്ട്രീയം ഇപ്പൊ നടക്കുന്നില്ല. ഭീകരന്മാർ വരുന്നില്ല എന്നൊന്നല്ല, അത് ജിഹാദീസ് ഉള്ളിടത്തോളം കാലം ആക്രാമിക ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽ
മതമനോഭാവം ഉള്ളിടത്തോളം കാലം അത് തുടരുക തന്നെ ചെയ്യും. പക്ഷെ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ നമ്മുടെ ബോർഡറിൽ വെച്ച് തന്നെ കയറിയെടുത്ത് തന്നെ തീരുന്നുണ്ട്. അതിനിപ്പുറത്തേക്ക് കാശ്മീരിന്റെ ഇപ്പുറത്തേക്ക് വരാൻ സമ്മതിക്കാത്ത ഒരു നട്ടലുള്ള ഭരണകൂടം ഇവിടെയുള്ളത് കൊണ്ട് ആ സ്ഫോടനം രാജ്യവ്യാപകമായി നടക്കാത്തത്. വരാത്തതുകൊണ്ടല്ല, വന്നിടത്ത് വെച്ച് തീർക്കുന്ന നിശ്ചയദാർഢ്യം ഉള്ളത് കൊണ്ടാണ്. ഇവിടെ ഇപ്പുറത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾ അവരെല്ലാം ഇപ്പോൾ തീഹാർ ജയിലിലാണ് ഉള്ളത്. ഇവിടെ നമ്മുടെയൊക്കെ വീടിന്റെ മുമ്പിൽ വന്നിട്ടും വെല്ലുവിളിച്ച ആളുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ കുന്തിരിക്കം വാങ്ങി വെച്ചോ, അവരും മലരും വാങ്ങി വെച്ചോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കഥ കഴിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ച ആളുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ പൂട്ടിക്കെട്ടാനുള്ള നിശ്ചയദാർഢ്യം ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് അത് ഉണ്ടായത്. അങ്ങനെ ആഭ്യന്തര സുരക്ഷിതത്വം, ക്രമസമാധാന നില അതൊക്കെ ഭദ്രമാക്കാൻ സാധിച്ചു. നമ്മുടെ സൈന്യം കരുത്തോടുകൂടി നമ്മുടെ രാഷ്ട്രത്തിന്റെ അതിർത്തികളെ സംരക്ഷിക്കുന്നു. നിരവധി മാറ്റങ്ങളുണ്ട്. എല്ലാ വീടുകളിലും അടിസ്ഥാന സൗകര്യം ഒരുക്കാനുള്ള പ്രവർത്തനം നടക്കുകയാണ്. അതിന്റെ വൈപുല്യമാണ് ഇനിയുള്ളത്. നമ്മുടെ രാജ്യത്ത് ഈ ഒരു മാറ്റം നിലനിർത്താൻ വേണ്ടി ആണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടികയിലുള്ള മുഴുവൻ ആളുകളും വോട്ട് ചെയ്യുന്ന സമയത്ത് അത് വിവേചനത്തോടുകൂടി നമ്മുടെ രാഷ്ട്രത്തിന് ഹിതകരമായ രീതിയിൽ വിനിയോഗിക്കുക. നമ്മുടെ പ്രധാനമന്ത്രി 3-4 തവണ തൃശ്ശൂർ വന്നു. 3-4 തവണയ്ക്ക് അദ്ദേഹം തൃശ്ശൂർ വരണമെങ്കിൽ അദ്ദേഹം വെറുതെ വരില്ലല്ലോ. നമ്മളോട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വരികയാണ്, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം 3-4 തവണ വരുമ്പോൾ അദ്ദേഹം ആർക്കു വേണ്ടിയാണോ വരുന്നത്? അയാൾക്ക് വേണ്ടി നമ്മളൊരു 3-4 തവണയെങ്കിലും നമ്മുടെ നാട്ടിലെ വീടുകൾ കയറിയിട്ട് വോട്ട് അഭ്യർത്ഥിക്കണം. ജൂൺ 4-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഈ രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂര്. ഒരു സംശയമില്ല. നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വാരാണസിയിലെ റിസൾട്ട് എന്തായി എന്ന് നോക്കുന്നതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കുന്നത് തൃശ്ശൂരിലെ റിസൾട്ട് എന്തായിരിക്കുന്ന. വാരാണസിയിൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം 4,95,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ഇപ്രാവശ്യം എതിരാളികൾക്ക് വോട്ടെന്തെങ്കിലും ഉണ്ടോന്നേ നോക്കേണ്ട കാര്യമുള്ളൂ. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്രയാണ്? 6 ലക്ഷമാണോ 7 ലക്ഷമാണോ എന്നേ നോക്കണ്ട. പക്ഷെ അദ്ദേഹം തീർച്ചയായും ശ്രദ്ധിക്കുന്ന ഒരു നിയോജകമണ്ഡലം അത് തൃശ്ശൂരാണ്. അപ്പൊ അത് നമ്മളെന്നാ റിസൾട്ട് വരുമ്പോ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ റിസൾട്ട് ഇങ്ങനെ വരും. എന്തായിരിക്കണം ആ റിസൾട്ട് എന്നുള്ളത് നമ്മളിപ്പം മനസ്സിൽ കാണണം, നമ്മൾ സ്വപ്നം കാണണം. നമ്മൾ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ ആദ്യം അത് മനോഹരമായി സ്വപ്നം കാണണമെന്നാണ്. കണ്ടത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സമ്പൂർണമായി സമർപ്പിക്കണം, നന്നായി പ്രവർത്തിക്കണം. ഇന്നതിനൊത്ത സാഹചര്യമാണ്. ആ സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നമുക്കെല്ലാവർക്കും അഭിമാനത്തോടുകൂടി ആരുടെ മുമ്പിലും വെക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. നമ്മുടെ സ്ഥാനാർത്ഥിയെ ഒരു തട്ടിലിരുത്തിയിട്ട് ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും അപ്പുറത്തെ തട്ടിലിരുത്തിയാലും നമ്മുടെ സ്ഥാനാർത്ഥിയുടെ തട്ട് താഴ്ന്നു തന്നെ നിൽക്കും, എന്തിന്റെ പേരിലായാലും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെ അഭിമാനകരമായ കാര്യമാണ്. അദ്ദേഹത്തിന്റെ സമർപ്പണവും ത്യാഗവും, അദ്ദേഹത്തിന്റെ ജനസേവന വ്യഗ്രതയും സേവന തൽപരതയും, അതിനെ സംബന്ധിച്ചൊന്നും എതിരാളികൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. അവരെതിർക്കുന്നുണ്ട്, അത് രാഷ്ട്രീയമാണ്. അല്ലെ, സുരേഷ് ഗോപിയുടെ മനുഷ്യത്വപരമായ നിലപാടിനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ത്യാഗത്തിനെ കുറിച്ചോ സമർപ്പണത്തിനെ കുറിച്ചോ ആർക്കും എതിരഭിപ്രായമില്ല. രാഷ്ട്രീയമായ എതിരഭിപ്രായം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അദ്ദേഹം ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ തവണ ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് ഇതിലൂടെ അങ്ങ് പോയി. അപ്പോഴത്തേക്ക് 1.5 ലക്ഷം വോട്ട് അദ്ദേഹത്തിന് കൂട്ടാൻ സാധിച്ചു. ഇപ്പൊ കുറച്ച് നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നല്ല പ്രവർത്തനം ചിട്ടയായി നടക്കുന്നുണ്ട്. തീർച്ചയായും മാറ്റുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അഭിപ്രായ സർവേ വിദഗ്ധന്മാരും അതുപോലുള്ള ആളുകളൊക്കെ അവരുടെ ആഗ്രഹം അനുസരിച്ച് കപോല കൽപ്പിതമായി പല സർവേകളൊക്കെ നടത്തിയിട്ട് വേറെ ആരെങ്കിലും മുമ്പിലാന്നൊക്കെ കാണിക്കാൻ വേണ്ടി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തും. അവർ വിചാരിക്കുന്നത് ജാഥയിൽ പോകുന്ന ആളുകളെല്ലാം ആ ജാഥയിൽ പോയ ചിഹ്നത്തിന് വോട്ട് ചെയ്യുന്നതാണ്. ജാഥയിൽ പോകുന്ന ആളുകൾ ജാഥയിൽ പോവും. വോട്ട് ചെയ്യേണ്ട ആള് തെരഞ്ഞെടുപ്പ് ദിവസം സുരേഷ് ഗോപിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ചും നമ്മുടെ ഈ തൃശ്ശൂർ നിയോജകമണ്ഡലം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് അനുസൃതമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തണം. വെറുതെ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല, പ്രവർത്തിക്കണം. നമ്മുടെ എല്ലാ ബന്ധങ്ങളും, നമ്മുടെ എല്ലാ സ്വാധീനവും, നമ്മുടെ എല്ലാ സമയവും ഇനിയുള്ള ദിവസങ്ങളിൽ അതിനുവേണ്ടി മാറ്റിവെക്കുക. മാറ്റം എന്നത് ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വരുന്നതല്ല. ആഗ്രഹങ്ങൾ കുതിരകളെ പോലെയാണ്, അത് വേഗത്തിൽ പറക്കും. അതിനൊത്ത് നമ്മുടെ പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ മാറ്റം നമ്മുടെ കണ്ണാലെ കണ്ടുകൊണ്ട് ഈ മാറ്റം വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് ബംഗാൾ മാറിയിട്ടുണ്ട്, ത്രിപുര മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറയുകയാണ് കേരളം അങ്ങനെ മാറുമൊന്നുമില്ല, കേരളത്തിൽ BJP ജയിക്കാതിരിക്കാനുള്ള എല്ലാ കാര്യവും ഞങ്ങൾ ചെയ്യും എന്നാണ് അവര് ഇപ്പൊ പറയുന്നത്. അതൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ ആളുകളുടെ മുമ്പിൽ തന്നെ ഈ തൃശ്ശൂരിൽ ദേശീയ ശക്തിയുടെ വിജയം ഉറപ്പുവരുത്തക്ക രീതിയിലുള്ള അത്യുജ്വലമായ ഒരു പ്രവർത്തനം ഇനിയുള്ള ദിവസങ്ങളിൽ നടത്താൻ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഇറങ്ങണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുടെയും വോട്ട് ഉറപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അയൽപക്കത്തെ വോട്ടുകൾ ഉറപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബൂത്തിൽ, അവരവരുടെ ബൂത്തിൽ ജയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതൊരു വാശിയായിരിക്കണം, സ്വന്തം ബൂത്തിൽ ജയിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി മരിച്ച് പണിയെടുക്കണം. അതിനുവേണ്ടി ഓരോരുത്തരും സാധിക്കുന്നതെല്ലാം നമ്മൾ ചെയ്യേണ്ടതുകൊണ്ട് ഇതൊരു യുദ്ധമാണ്. യുദ്ധത്തിൽ ജയം അനിവാര്യമാണ്. യുദ്ധത്തിൽ ജയം മാത്രമാണ് അവസാനം നോക്കുക. ഇത് ധർമ്മത്തെ രക്ഷിക്കാനുള്ള യുദ്ധമാണ്, ജനാധിപത്യത്തിലുള്ള യുദ്ധമാണ്. അതുകൊണ്ട് യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏതു മാർഗവും സ്വീകാര്യമാണ്. ധർമ്മത്തിന് വേണ്ടിയാണ് ഈ പോരാട്ടം എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മം നിർവഹിക്കാൻ വേണ്ടി തയ്യാറാകണം. ആബാലവൃദ്ധം ആളുകളും ഒരുമിച്ചിറങ്ങി ഈ മഹായുദ്ധത്തിൽ, കർമ്മയുദ്ധത്തിൽ അണിചേർന്ന് നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയ തിലകമണിയിക്കാൻ വേണ്ടി അഹോരാത്രം അഹമഹമിഹയ പരിശ്രമിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.